ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഫുൾ റെസിപ്പി ഒന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1 കിലോ ചെമ്മീൻ, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെമ്മീൻ പൊളിച്ച് എടുത്തിട്ട് പാകത്തിന് ഉപ്പ്, ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒരു ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഡീപ്പ് ഫ്രൈ വേണ്ട, ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കുറച്ചേരം അവിടെ ഇരിക്കട്ടെ. എന്നിട്ടൊരു പാന് ചൂടാക്കിയിട്ട് അതിൽ എണ്ണ ഒഴിക്കുക. ഞാനിത് ഇവിടെ സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള എണ്ണ ഉണ്ടെങ്കിൽ അതായിട്ട് തന്നെ നമുക്ക് ഈ ബിരിയാണിക്ക് വേണ്ട മസാലയും റെഡിയാക്കണം. എണ്ണ എല്ലാം ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതപ്പോൾ നമ്മൾ ആ ചെമ്മീൻ മൊത്തം 1 കിലോ ചെമ്മീനെ മേടിച്ചിട്ട് അത് പൊളിച്ച് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു 700 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാനിത് ഇരിക്കുന്നിട്ട് 1.5 കിലോ അരി ആണ് ഈ ബിരിയാണിക്ക് എടുത്തിട്ടുള്ളത്. ചെമ്മീൻ അത്യാവശ്യം ഒരു നല്ല ഫ്രൈ ആക്കണ്ട, ഒരു ലൈറ്റായിട്ട് നല്ല എന്നാലും നല്ല വെന്ത് വരുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, 2 സൈഡും ഒന്ന് വെന്തോട്ടെ നല്ല. കെടുന്ന് മുരിയണ. എന്നിട്ട് നമ്മളിത് അവിടെ മാറ്റി വെക്കുക. ഏകദേശം റെഡി ആയപ്പോൾ എന്നിട്ട് നമ്മളിതാ ഒരു ചട്ടി എടുത്തിട്ട്, ചട്ടിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുത്താൽ മതി. അതിൽ നമ്മളിതാ ചെമ്മീൻ പൊരിച്ച എണ്ണയും ഒരല്പം വേറെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതാ ഒരു 400 ഗ്രാം സവാള കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. 400 ഗ്രാം സവാളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വേവിക്കുക. സവാള ഏകദേശം വെന്ത് വരുമ്പോൾ നമ്മളിതാ ഇഞ്ചി വെളുത്തുള്ളി ഒരു 50 ഗ്രാം ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട്. അതിൽ നിന്ന് ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല, നമ്മൾ ഒരു 4 സ്പൂൺ ഉണ്ടാവും. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നാൽ നമ്മളിതാ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി 2 വലിയ തക്കാളി ആട്ടാ ചേർത്തിക്കുന്നത്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരച്ചപ്പോൾ അതിൽ പച്ചമുളകും ചേർത്ത് ഇതാക്കിന്ന്. ഇനി ഇതാ തക്കാളിയും വെന്ത് വന്നാൽ നമ്മളിതാക്കി ഗരം മസാല ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ ഗരം മസാല ഇട്ട്, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല വേവട്ടെ. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ആ മസാല ഒക്കെ റെഡിയായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചെമ്മീൻ അതിൻ്റെ മസാലയോടൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത്, എന്നിട്ട് അതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീരിട്ടാ, ഒറ്റ ചെറുനാരങ്ങൻ്റെ നീര്, ഒരു കയ്യിലൊരു പിടി മല്ലിയിലയും പുതിനയിലയും, ഞങ്ങൾ ചപ്പ് പുതിന എന്ന് പറയും, ചപ്പും പുതിനയും കൂടി ആണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൊത്തമായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുക. ഒന്നും കൂടെ ആ ചെമ്മീനിക്കൊക്കെ ഈ മസാല നല്ല പിടിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഒരു തുള്ളി ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം, ഒരു 1/2 ഗ്ലാസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അതൊന്ന് മസാലയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ മസാല അത് ആ ചെമ്മീനിക്കൊക്കെ നല്ല പിടിക്കട്ടെ. ഇപ്പോഴൊക്കെ പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ബാക്കിയുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതാ നമ്മൾ ചോറിന്ന് വറ്റിച്ചെടുക്കാൻ, നമ്മൾ ഊറ്റിയെടുക്കില്ല. അതിന് വേണ്ടിയിട്ട് ഇതാ 1 കപ്പ് അരിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം പറന്ന് തിളപ്പിച്ച് കൊടുത്താൽ നല്ല വെള്ളം അതിൽ കിട്ടാൻ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഐഡിയകളാട്ടത്. വെള്ളം തിളച്ചതിൻ്റെ ശേഷം നമ്മൾ അരിയൊന്നും വറുത്തിട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത്. ജീരകശാല അരിയാണെങ്കിൽ വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇപ്പോൾ സാധാ അരിയാണ് എടുത്തിരിക്കുന്നത്. അതിക്കിതാ ഒരു സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത്, ഒരു 100 ഗ്രാം RKG ഇട്ട് കൊടുത്ത്, ഒരു 50 മില്ലി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത്, പട്ട, ഏലം, ഗ്രാമ്പൂ, പിന്നെ നമ്മൾ ഈ പണ്ട ലീഫ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഈ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഒരു ഇലയാണ്, അത് ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് തിളച്ച് വന്നപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്ത്. അരി ശ്രദ്ധിക്കണം, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ആ അരി നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട ചെയ്യുന്നത്. ജീരകശാല അരിയാണെങ്കിൽ വെള്ളത്തിലിട്ടേക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതാ ഒരു ചെറുനാരങ്ങൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് വേവിച്ചെടുക്കുക. നെയ്ച്ചോറാക്കിയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ദമ്മിടാൻ പോകുന്നത്. വെള്ളം ഏകദേശം ഈ ലെവലിൽ ഇങ്ങനെ വറ്റി വരുമ്പോൾ നമ്മളത് ഇറക്കി വെച്ചിട്ട് ഒരു കട്ടിയുള്ള ഒരു ഇരുമ്പ് എന്തെങ്കിലും, ഇപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ദോശക്കല്ലൊക്കെ ഉണ്ടാവും, ദോശച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ മതി. എന്നാൽ നല്ലപോലെ അടിയിൽ ഒട്ടിപ്പിടിക്കാതെ വെന്ത് കിട്ടും. ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഫ്ലെയിം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ആ കല്ല് എല്ലാം ചൂടായി വരുമ്പോൾ അത് ഇതായി വരും. അങ്ങനെ അടച്ച് വെച്ചിട്ട് നല്ല വേവിച്ചെടുക്കുക നമ്മൾ. നെയ്ച്ചോറിൻ്റെ പാകത്തിനായിട്ട് ഇതാ ഇപ്പോൾ
അപ്പോൾ നമ്മൾ തീ ഓഫാക്കിയിട്ടോ. എന്നിട്ട് ഇതാ ഈ ചോറ് ഇളക്കി നല്ല അടിപൊളി പാകമായിട്ട് വന്നിട്ടുണ്ട്. ആ എണ്ണയും ആ ചെറുനാരങ്ങ നീരൊക്കെ ഉള്ള കാരണം ഒറ്റ വറ്റിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതെ കിട്ടും നമുക്കിത്. ഇതിൽ സ്പൈസസ് ഇട്ട് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലം, ബേ ലീഫ്. എന്നിട്ട് ഇതാ നമ്മൾ അതിൽ നിന്ന് തന്നെ പകുതി ചോറ് ഇങ്ങോട്ട് മാറ്റി വെക്കുക. ഈ അരിയിലൊക്കെ ഉപ്പ് പാകത്തിനിടണം കേട്ടോ. കാരണം നമ്മൾ ചെമ്മീനിൽ ഉപ്പിട്ടതാണ്, മസാലയിൽ ഉപ്പിട്ടതാണ്, എല്ലാത്തിലും ഉപ്പുണ്ട്. അപ്പോൾ ചോറിൽ അതിൻ്റെ പാകത്തിനുള്ള ഉപ്പേ ഇടാൻ പാടുള്ളൂ. എന്നിട്ട് ഇതാ പകുതി ചോറ് മാറ്റിയിട്ട് നമ്മൾ അതിൻ്റെ ബാക്കി ഒന്നും ഇങ്ങോട്ട് പരത്തി വെച്ച് കൊടുക്കും, ഒന്ന് ഇളക്കിയിട്ടിട്ടാ. ഇളക്കി വെക്കുമ്പോഴേ ഈ ഇതിൻ്റെ മസാല ഒക്കെ അതിൻ്റെ അടി വരെ എത്തും. അതിൽ ഇതിൻ്റെ സെൻറ്ററിൽ ഇട്ട് കൊടുക്കുമ്പോൾ കൂടുതൽ ചോറുണ്ടെങ്കിൽ നമുക്ക് 2-3 ലെയറൊക്കെ ആയിട്ട് ഇടട്ടോ. ഒറ്റ ലെയറായിട്ടാലും കുഴപ്പമില്ല. ലാസ്റ്റ് എടുക്കുമ്പോൾ ഒന്നിച്ചാണ് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഒരല്പം മല്ലിയിലും പുതിനയിലും കൂടെ തൂവിക്കൊടുത്ത് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്ത്. എന്നിട്ട് ഇതാ ചെമ്മീൻ, ആ മസാല, നല്ല ടേസ്റ്റുള്ള ആ ഗ്രേവി ടൈപ്പായിട്ടുള്ള ചെമ്മീൻ മസാല, ചെമ്മീൻ ബിരിയാണി മസാല ആ ചോറിൻ്റെ മേലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിലാണ് പരത്തി കൊടുക്കുക. കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ 2-3 ലെയറായിട്ട് ഇടാം. അപ്പോൾ മസാല എല്ലായിടത്തും എത്തുന്നത്. നമ്മൾ ഒരു 1.5 കിലോനെ ആകെ ഉള്ളൂ. 1 കിലോ ചെമ്മീനും 1.5 കിലോ റൈസുമാണ് നമ്മൾ എടുത്തുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ ലെയറായിട്ട് ഇട്ടാൽ തന്നെ എല്ലായിടത്തും എത്തുന്ന രീതിയിലാണ്. കണ്ടില്ലേ, ചോറൊക്കെ നല്ല അടിപൊളി ചോറായിട്ട് കിട്ടിയിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, ആ രീതിയിൽ എടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് 6 kg നെയ്യും അതേപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒരു ചെറുനാരങ്ങൻ്റെ നീരൊക്കെ എത്തിച്ചു കൊടുത്താൽ ഈ ചോറ് ഇങ്ങനെ ഇതേ ലെവലിൽ കിട്ടും. എന്നിട്ട് ഇത് ആ കല്ലിൻ്റെ മേലെ തന്നെ വെക്കട്ടെ. ഒരു ചെറിയ ഫ്ലെയിമിൽ, വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു കുറച്ച് നേരം ഇരുന്നോട്ടെ. നല്ല മൂടി വെക്കുക. ഞാനിപ്പോൾ ഫോയിലായിട്ട് പൊതിഞ്ഞിട്ടുണ്ട്. ഇനി ഫോയിലായിട്ട് പൊതിയണം എന്നൊന്നുമില്ല, മൂടി വെച്ച് മൂടിയാലും മതി. നല്ല ഒരു 10-15 മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. തുറന്നിട്ട് നല്ല മസാല കൂട്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ മസാലയും ആ ചോറും ഒക്കെ എല്ലാം കൂടി കൂട്ടിയിട്ട് ഇതിനൊരു നല്ലൊരു മണമായിക്കാരപ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹാവ് എ നൈസ് ഡേ.